സർവജ്ഞനായ ദൈവം, നിത്യനായ ദൈവം, ഏകദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ഈ ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? വേറെ ആരെങ്കിലും ഒന്ന് തുലനപ്പെടുത്താവോ? ഒത്തിരി പേര് ദൈവം കളിക്കുന്നുണ്ടല്ലോ, പെണ്ണുങ്ങളും എല്ലാം ആണുങ്ങളും ഒക്കെ അങ്ങ് ദൈവം കളിക്കുക. ദൈവത്തെ ഒന്ന് തുലനപ്പെടുത്താം. കാശൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ദൈവത്തോട് സമനായിട്ട് ആരുള്ളൂ? ഒത്തിരി വിശേഷതയാ ദൈവത്തിന്. ഒന്ന് രണ്ട് കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് ആശയം പിടികിട്ടും. ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒന്ന്, ഇതുപോലെ ക്ഷമിക്കുന്ന വ്യക്തി വേറെ ആരുണ്ട്? ദൈവമല്ലാതെ വേറെ ആളെ ഒന്ന് തുലനപ്പെടുത്താവോ? ഞാന് ഒരു വീട്ടിലിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട വീടാ. അപ്പോൾ പറഞ്ഞു, ഒരു പാമ്പ് പെരയ്ക്കകത്ത് വന്നു കയറി. എങ്ങനെയോ കയറിയതാ. ഉടനെ വീട്ടുകാർ പറയാ, കൊടുക്കാത്തതിൻ്റെയാന്ന്. അങ്ങനെയാണെ നമ്മൾ അപ്പം ചോദിച്ച എന്തുവാ? നേർന്നതാ, അത് കൊടുക്കാത്തതിൻ്റെ ആന്ന് പാമ്പ്. അങ്ങനെയാണെ നമ്മുടെ വീട് മുഴുവൻ പാമ്പ് കയറേണ്ടതാണ്. എന്തെല്ലാം നേർന്ന വെച്ചാൽ ഈ പമ്മിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ 31-നും നിന്ന് കറങ്ങുന്ന കണ്ടു. എൻ്റെ വീടും പരിസരം മുഴുവൻ പാമ്പിൻ്റെ അയ്യര് കളിയായിരുന്നു. അപ്പൊ എന്തെല്ലാം നമ്മൾ ദൈവത്തോട് നേർന്നു. വല്ലോ കൊടുത്തോ? കൊടുക്കേണ്ടത് പോലെ കൊടുത്തോ? ഇല്ല. പക്ഷെ ഇന്നും ആയുസോടിരിക്കുക. അതെന്നാ? അവിടുന്ന് എല്ലാം ക്ഷമിക്കുക. ഇതുപോലെ ആരുണ്ട്? ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒരാൾ നോക്കുന്ന പാമ്പ് വല്ലതും വന്നോന്നായിരിക്കും. ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം. നാം ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒന്ന്, ഇതുപോലെ ക്ഷമിക്കുന്ന വേറെ ആരുണ്ട്? എന്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ചാ ഈ പമ്മി ഇരിക്കുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണ്ട, നമ്മളെ അങ്ങ് നോക്കിയാൽ മതി. എന്തെല്ലാം ഒപ്പിച്ചായിരിക്കുന്നത്. യോഗം തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് ഒപ്പിച്ചു, എന്നിട്ടും പമ്മി ഇരിക്കുക.